So, dear students, we are going to learn another lesson. I Have a Dream by Martin Luther King. Martin Luther King was born in the year 1929 and died in 1968. He was an Afro-American clergyman. Afro-American Purohitan, clergyman, Purohitan, who was the leader of the non-violent movement. അക്രമരഹിതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലീഡറായിരുന്നു. അക്രമരഹിതമായ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. എന്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം? ഫോർ റേഷ്യൽ ഇക്വാലിറ്റി ഇൻ USA. അമേരിക്കയിൽ വിവിധ വർഗങ്ങളുടെ ഇക്വാലിറ്റി ഉണ്ടാകണം. റേഷ്യൽ ഇക്വാലിറ്റി, ഈക്വൽ റൈറ്റ്സ് ഫോർ എവറി റേസ്. ഓക്കെ, racial equality in USA, being a stout champion of the rights and privileges of the Negroes, being a stout champion, stout means strong, വളരെ ശക്തനായ ഒരു ചാമ്പ്യനായിരുന്നു. സ്റ്റൗട്ട് ചാമ്പ്യൻ ഓഫ് ദ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് നീഗ്രോസ്, നീഗ്രോകളുടെ അവകാശങ്ങൾക്ക് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയ ശക്തനായ ഒരു ചാമ്പ്യനായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. ഓക്കെ, സോ ഇറ്റ് വാസ് മാർട്ടിൻ ലൂതർ കിങ് who fought for the rights and privileges of the Negroes. King remained a freedom fighter throughout his life. The whole of his life he remained a freedom fighter. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു. He was a freedom fighter throughout his life. The prescribed lesson, നമുക്ക് പഠിക്കാനുള്ള പാഠം, is a powerful speech. വളരെ എലക്വൻ്റ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ഡെലിവേർഡ് ഇൻ 1903 and was attended by mammoth gathering of 250,000 Americans of many faiths, races and creeds. So it was a speech delivered in 1963 and was attended by a mammoth gathering. What is the meaning of mammoth? Huge gathering, a large gathering of 250,000 അമേരിക്കൻസ്. 250,000 അമേരിക്കൻസ് പങ്കെടുത്ത ഒരു ഗ്യാതറിംഗ് ആയിരുന്നു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മാമോത്ത് ഗ്യാതറിംഗ്? ഹ്യൂജ് ഗ്യാതറിംഗ്, ഗ്രേറ്റ് ഗ്യാതറിംഗ് മീൻസ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഗ്യാതേർഡ് there, around 250,000 Americans of many faiths. വിവിധ വിശ്വാസങ്ങളുള്ളവർ, വിവിധ വർഗങ്ങളിൽപ്പെട്ടവർ, വിവിധ മതവിശ്വാസങ്ങളിൽപ്പെട്ടവർ. ക്രീഡ് മീൻസ് മതവിശ്വാസം എന്നൊക്കെ പറയും, വിവിധ മതവിശ്വാസങ്ങളിൽപ്പെട്ടവർ. സോ there were different kinds of people gathered there. Different people belong to different faiths, different races and different creeds. He was awarded the Nobel Peace Prize in 1964. 1964 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ കിങ്. So he was the recipient of Nobel Peace Prize in 1964. The youngest of the recipients of this award. ഇതാണ് recipient, സ്വീകർത്താവ്, സ്വീകരിക്കുന്ന ആൾ. ഈ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ വ്യക്തി, the youngest എന്നാണ്. The youngest of the recipients of this award. When you say he was assassinated by, what is assassinated? Killed by, കൊല ചെയ്യപ്പെട്ടു. By James Earl Ray. What is the name of the assassinator? James Earl Ray. James Earl Ray. While preparing to lead ഒരുങ്ങുകയായിരുന്നു ഒരു മാർച്ച് സംഘടിപ്പിക്കാനായിട്ട്. അതിനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം. preparing to lead a march by striking
സാനിറ്റേഷൻ വർക്കേഴ്സ് സമരത്തിലേർപ്പെടുക. ശുചീകരണ തൊഴിലാളികളുടെ സമരം. സ്ട്രൈക്കിംഗ് എന്താണ്? സാനിറ്റേഷൻ വർക്കേഴ്സ്, ശുചീകരണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. ഇൻ മെംഫിസ്, ടെന്നസിയിലുള്ള മെംഫിസിൽ സാനിറ്റേഷൻ വർക്കേഴ്സ് അവരുടെ ഒരു സ്ട്രൈക്ക്, സമരം, അതിനു വേണ്ടിയിട്ടുള്ളൊരു മാർച്ച് സംഘടിപ്പിക്കുമ്പോഴാണ് he was assassinated by James Earl Ray. Okay, the lesson is a powerful speech. പഠിക്കാനുള്ളത്, as I told you earlier, this is a powerful speech, eloquent speech, characterized by candid, outspoken expression. Candid means open, തുറന്ന, frank, outspoken expression. ഇതാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള, ഒപ്പം തന്നെ തുറന്ന പ്രസംഗമായിരുന്നു. നത്തിങ് ടു ഹൈഡ്. ഓക്കെ. പേട്രിയോട്ടിക് ഫെർവർ, പേട്രിയോട്ടിക് എന്തൂസിയാസം. നേരത്തെ സരോജിനി നായിഡുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെയും കണ്ടു. പേട്രിയോട്ടിക്, സ്വരാജ്യത്തിൻ്റെതായ സ്നേഹം, ലവ് ഫോർ വൺസ് ഓൺ കൺട്രി. പേട്രിയോട്ടിക് ഫെർവർ, എന്തൂസിയാസം, ഉത്സാഹം. ആൻഡ് poetic eloquence, കവിതാത്മകമായ എലക്വൻസ്. എന്താണ് എലക്വൻസ്? പവർഫുൾ സ്പീച്ച്, പവർഫുൾ സ്പീച്ച്. നല്ല പവർഫുള്ളായിട്ടുള്ള സ്പീച്ചായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റേത്. We shall start the essay, please. Not the essay. So the first essay, Martin Luther King's inspiring speech. What is inspiring? പ്രചോദനം നൽകുന്ന സ്പീച്ച്, പ്രചോദനം നൽകുന്ന, inspiration. Abraham Lincoln signed the 1863 the Emancipation Proclamation, which is a great beacon of light or hope to millions of Negro slaves. Abraham Lincoln ഒരു 1863 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. Emancipation Proclamation means സ്വാതന്ത്ര്യ പ്രഖ്യാപനം. That Emancipation Proclamation was a great beacon of light. വലിയൊരു ദീപസ്തംഭമായിരുന്നു. ദീപസ്തംഭം, സിഗ്നൽ ഓഫ് ലൈറ്റ്. ദീപസ്തംഭം എന്ന് പറയും, beacon of light or hope to millions of Negro slaves. ദശലക്ഷക്കണക്കിന് നീഗ്രോ അടിമകളുടെ പ്രതീക്ഷയായിരുന്നു Emancipation Proclamation. What is the meaning of Emancipation Proclamation? സ്വാതന്ത്ര്യ പ്രഖ്യാപനം. Okay, 100 years later, that is after completing 1 year, 100 years, 100 years later, that is in 1963, the proclamation was signed in 1863, and after completing 100 years, even in 1963, the Negro is still not free. Negro അപ്പോഴും സ്വതന്ത്രമായിരുന്നില്ല. The Negro was not at all free. The Negroes remain segregated and discriminated. ആ Negro അപ്പോഴും എന്താണ്? വേർപെടുത്തപ്പെട്ട, separated, segregated, discriminated, വിവേചനം കാണിക്കുന്നു. വിവേചനം, discriminated.
So that is why the Negroes are still not free എന്ന് പറയുന്നത്. The Negro is not free because still there remains segregation and discrimination. What is segregated? Separated. വേർതിരിച്ചിരിക്കുന്ന അവസ്ഥ. വൈറ്റും ബ്ലാക്കും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന അവസ്ഥ. Discriminated. വിവേചനം. Okay. Even now, the Negro lives on a lonely island of poverty in the midst of a vast ocean of material prosperity. അതാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ പ്രത്യേകത. ഓക്കെ. Even now, the Negro lives on a lonely island. Lonely means ഏകാന്തമായ. An island of poverty in the midst of a vast ocean of material prosperity. The Negro still lives on a lonely island of poverty. ദാരിദ്ര്യമാകുന്ന ഐലൻഡിൽ ഒറ്റപ്പെട്ട് ഏകാന്തമായി ജീവിക്കുന്നു. That is the life of a Negro. അതും even in the middle of the vast ocean of material prosperity. ഭൗതിക അഭിവൃദ്ധി ആകുന്ന ആ വിശാലമായ സമുദ്രത്തിൻ്റെ ഇടയിലാണ് ഈ നീഗ്രോസ് ദാരിദ്ര്യത്തിൻ്റെ ദ്വീപിൽ ഏകാന്തമായി കഴിയുന്നത്. there was, അല്ലെങ്കിൽ എന്താ പറയുക, material prosperity was there in America. Still the Negro lives alone in an island of poverty. Okay. So we can see the discrimination and separation there, segregation there. Okay. Thus, a Negro in his own land is an exile. സ്വന്തം ഭൂമിയിൽ പോലും പ്രവാസിയായിട്ട് കഴിയുന്നു, നാടുകടത്തപ്പെട്ടവനെ പോലെ കഴിയുന്നു. The Negro was still, he is in an exile. Okay. Exile means നാടുകടത്തപ്പെട്ട, പ്രവാസിയായ. Okay. The Declaration of Independence. എന്താണ് Declaration of Independence? സ്വാതന്ത്ര്യ പ്രഖ്യാപനം. In 1776 assured everyone equal right. എല്ലാവർക്കും തുല്യമായ അവകാശം ഉറപ്പുകൊടുത്തതാണ് 1776 Declaration of Independence. America has defaulted on this promise. Even though it was assured everyone equal right was assured to everyone, but America has defaulted on this promise. ഈ പ്രോമിസൊക്കെ ഒരുപാട് ഡിഫോൾട്ട് നടത്തി, അതായത് വീഴ്ച വരുത്തി എന്ന് പറയും. ഡിഫോൾട്ട്. ഓക്കെ. അതായത് അമേരിക്ക ഫെയിൽഡ് ടു ഫുൾഫിൽ ദ പ്രോമിസ്. America failed to fulfill the promise. Okay. The Declaration of Independence in 1776 assured everyone equal right. America has defaulted on this promise. ഈ വാഗ്ദാനത്തിൽ വീഴ്ച വരുത്തി ആരാ? അമേരിക്ക. So the Negroes have gathered So the Negroes have gathered to demand. Gathered means assembled together. Negroes ഒക്കെ ഒരുമിച്ച് കൂടി to demand the riches of freedom. സ്വാതന്ത്ര്യത്തിൻ്റെ സമ്പത്ത് ആവശ്യപ്പെടാനായിട്ട്. And the security of justice. നീതിയുടെ സുരക്ഷിതത്വം, സ്വാതന്ത്ര്യത്തിൻ്റെ സമ്പന്നത ഒക്കെ ഡിമാൻഡ് ചെയ്യാനായിട്ട്. What did they do? The Negroes assembled together. Okay. They gathered together to demand the riches of freedom and the security of justice. The Negroes will never be satisfied
നീഗ്രോസ് ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. They will never be satisfied with the sugar-coated words of promises. Sugar-coated words, പഞ്ചാര വാക്കുകൾ എന്നൊക്കെ പറയും. അതായത് വെറും മോഹന വാഗ്ദാനങ്ങൾ. Sugar-coated words or promises. And the white man's tranquilizing drug of gradualism. വെള്ളക്കാരൻ്റെ ആ ഒരു താൽക്കാലിക ശാന്തിനെ ട്രാങ്കുലൈസിങ് ഡ്രഗ്, അവരെ സാന്ത്വനപ്പെടുത്തുന്നതിനുള്ള മരുന്ന്. ഗ്രാജുവലിസം എന്താണ്? ക്രമേണ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദേ വിൽ ബി ഗിവൺ ഫ്രീഡം. അതാണ് അമേരിക്കൻസ് പറഞ്ഞത്. ഓക്കെ, and the promises and the white man's tranquilizing drug of gradualism. വെള്ളക്കാരനായ മനുഷ്യന്റെ എന്താണ് സാന്ത്വനപ്പെടുത്തുന്ന ഡ്രഗ് എന്തായിരുന്നു? ഗ്രാജുവലിസം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യു വിൽ ബി ഗിവൺ ഫ്രീഡം. The Negroes must be enabled. നെഗ്രോസിനൊക്കെ എനേബിൾ ആക്കി തീർത്തു. To move from the quicksands of racial injustice to the solid rock of brotherhood. So Martin Luther King enabled the Negroes to move from the quicksands, right? The meaning, the dangerous situation from which it is hard to escape. രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് നീഗ്രോസ്. The Negroes are in a very, very dangerous situation that is called the quicksands of racial injustice. വർഗീയമായ അനീതി. അത് ആ അനീതിയിൽ നിന്ന് രക്ഷപ്പെടുക ഡിഫിക്കൽട്ടാണ്. It is very difficult to escape from that dangerous situation. Here Martin Luther King uses the word quicksands of racial injustice. To the solid rock, ബലവത്തായ സാഹോദര്യത്തിൻ്റെ ആ പാറമേൽ അതിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. But Martin Luther King enabled them to move from the quicksands of racial injustice to the solid rock of brotherhood. It was Martin Luther King who helped the Negroes, who enabled the Negroes to move from the quicksands of injustice to the solid rock of brotherhood. All are God's children. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. All are God's children. So there should not be any discrimination or segregation. Okay. This urgency and the determination of the Negroes shall not be underestimated. അതാണ് മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗം. റെലവൻസ്, പ്രസക്തിയതാണ്. ഈ അടിയന്തരാവസ്ഥ, ദിസ് urgency, the great need, and the determination of the Negroes. What is determination? Strong decision, okay, of the Negroes shall not be underestimated. അതിനെ വില കുറച്ച് കാണാൻ പാടില്ല. It should not be underestimated. The determination of the Negroes should not be underestimated. Again he says, Martin Luther King, 1963 is not the end but a beginning. 1963 എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, but only a beginning. ഇതൊരു വെറും ആരംഭം മാത്രം. The Negroes, okay, the Negroes are now firm. They are very firm. The Negroes are very firm. They will never cool off. അവരൊരിക്കലും തണുക്കില്ല. അവരൊരിക്കലും തണുപ്പിക്കാൻ പറ്റില്ല. The Negroes cannot be cooled off. They have become restive. അവർ എന്താണ്? റെസ്റ്റീവിലാണ്. മീൻസ് അവർക്ക് സ്റ്റില്ലായിട്ട് നിൽക്കാൻ പറ്റില്ല. Unable to remain still. കേട്ടോ, അതാണ് പറയുക. എന്താണ്? They have become restive. Martin Luther King declares that, അദ്ദേഹം പ്രഖ്യാപിക്കുന്ന കാര്യം ഇതാണ്, that there will be neither rest nor tranquility in America. അമേരിക്കയിൽ
വിശ്രമമോ, ട്രാങ്ക്വിലിറ്റി, ശാന്തത, that will not be there. കേട്ടോ, അതവിടെ ഉണ്ടാകില്ല. neither means negation, ഇല്ല എന്നുള്ളത്. There will be neither rest nor tranquility in America until the Negro is granted, the Negro is given his citizenship right. ഇതാണ് സിറ്റിസൺഷിപ്പ് റൈറ്റ്, പൗരാവകാശങ്ങൾ. അത് നൽകപ്പെടുന്നത് വരെ they will not rest, they will not be in tranquility. അവർ ശാന്തിയിലായിരിക്കില്ല, അവർ വിശ്രമത്തിലായിരിക്കില്ല, അല്ലേ? The Negro is, until the Negro is granted the citizenship right. In the process of gaining their rightful place, അവർക്ക് അവകാശപ്പെട്ട പ്ലേസ് നേടിയെടുക്കുന്ന പ്രക്രിയയില്ല. Process means പ്രക്രിയ. In the process of gaining their rightful place, the Negroes must not be guilty of wrongful deeds. The wrongful deeds, തെറ്റായ പ്രവൃത്തികൾ. Deeds means actions. തെറ്റായ പ്രവൃത്തികളുടെ കുറ്റബോധം അവർക്കുണ്ടാകരുത്. Martin Luther King asked the Negroes not to be guilty of wrongful deeds. wrongful deeds, തെറ്റായ പ്രവൃത്തികൾ അവർ ചെയ്തു എന്നുള്ള കുറ്റബോധം അവർക്കുണ്ടാകാൻ പാടില്ല. The thirst for freedom. കണ്ടോ, എന്താണ്? what is the meaning of thirst for freedom? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം. The thirst for freedom cannot be quenched. അതിനെ ശമിപ്പിക്കാൻ പറ്റില്ല. It cannot be satisfied. It cannot be quenched from the cup of bitterness and hatred. കണ്ടോ, വെറുപ്പിന്റെ കയ്പിന്റെ കപ്പിൽ നിന്നും ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റില്ല. വളരെ ഫിലോസഫിക്കലായിട്ടുള്ളൊരു വാചകം. The Negroes, their thirst for freedom cannot be quenched, cannot be satisfied. ദാഹം ശമിപ്പിക്കുക, അതാണ് quench. From the cup of bitterness and hatred. Hatred, വെറുപ്പ്, bitterness, കയ്പ്. Okay. Their creative protest, അവരുടെ ആ ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള അവരുടെ ആ പ്രതിഷേധം shall not degrade, shall not degenerate into physical violence. Martin Luther King advises the Negroes that their protest shall not degenerate into physical violence. അത് എന്താണ്? ശാരീരികമായ അക്രമത്തിലേക്ക് നീങ്ങരുത്, ശാരീരികമായ അക്രമത്തിലേക്ക് തരം താഴരുത്. Their protest that should not degenerate into physical violence. Degenerate എന്താ? തരം താഴുക. ഫിസിക്കൽ വയലൻസിലേക്ക് പോകരുതെന്ന് he advises. Martin Luther King advises the Negroes not to degenerate into physical violence. Their protest, their creative protest shall not degenerate into physical violence. Negro community must never distrust all whites. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. He advises the Negroes also, the community must never distrust. ഒരിക്കലും അവിശ്വസ്തത കാണിക്കരുത് വൈറ്റിനോട്, വെള്ളക്കാരോട് അവിശ്വസ്തത കാണിക്കരുത്. They should not distrust. അല്ലെങ്കിൽ the Negro community must never distrust all the whites. They should realize, അവർ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. They should realize, they should understand that the destiny of the whites, ആ വെള്ളക്കാരുടേതായ വിധി എന്ന് പറയുന്നത് is inextricably tied up with the Negro's destiny. നീഗ്രോയുടെ വിധിയും വെള്ളക്കാരുടെ വിധിയും വേർപെടുത്താനാവാത്ത വിധം ഒന്നാണ്. Inextricably. What is the meaning of inextricably? അതിന്റെ മീനിങ് ഒന്ന് ചോദിക്കോട്ടോ. Inextricably, which means വേർതിരിക്കാനാവാത്ത, അഭേദ്യമായ,
അഭേദ്യമായ, ഇൻഎക്സ്ട്രിക്കബിളി, ഇൻസെപ്പറബിളി വേർതിരിക്കാനാവാത്ത വിധം രണ്ടുപേരുടെയും ഡെസ്റ്റിനി ടൈഡപ്പാണ്, ബന്ധപ്പെട്ട് കിടക്കും. ആരുടെയൊക്കെ ഡെസ്റ്റിനിയാ? ദ ഡെസ്റ്റിനി ഓഫ് ദ വൈറ്റ്സ് as well as the destiny of the Negroes. They are inextricably, inseparably tied up. Okay. The Negroes can't walk alone. Negroകൾക്ക് തനിയെ നടന്നു പോകാൻ പറ്റില്ല. They can't walk alone. Alone means തനിയെ ഒറ്റയ്ക്ക്. These devotees of civil rights will never be satisfied. ഇതാണ് devotees, അർപ്പകര്. ഡിവോട്ടീസ് ഓഫ് സിവിൽ റൈറ്റ്സ്, പൗരാവകാശത്തിന് വേണ്ടിയുള്ള ഡിവോട്ടീസ്, അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നവർ, അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചവർ വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്, ഒരിക്കലും തൃപ്തി വരില്ല. എപ്പോഴാ? അൺലെസ് ദ ഹൊറേഴ്സ് ഓഫ് പോലീസ് ബ്രുട്ടാലിറ്റി, ഉണ്ടോ? അൺലെസ് ഇല്ലെങ്കിൽ, ഇഫ് നോട്ട് ദ ഹൊറേഴ്സ് ഓഫ് പോലീസ് ബ്രുട്ടാലിറ്റി, പോലീസിൻ്റെ മൃഗീയത, പോലീസ് ബ്രുട്ടാലിറ്റി, ഹൊറേഴ്സ് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി, ഹൊറർ, ഭീതി, പോലീസ് കാണിക്കുന്ന ബ്രൂട്ടാലിറ്റി ഉണ്ടോ, മൃഗീയത, അതിൻ്റെ ഹൊറർ ആർ സ്റ്റോപ്ഡ് ഫോർത്ത് വിത്ത്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ സിവിൽ റൈറ്റ് ഡിവോട്ടീസിന് ഒരിക്കലും തൃപ്തി വരികയില്ല. അവർക്ക് തൃപ്തി വരണമെങ്കിൽ പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ ആ ഒരു ഭീതികളിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്ഡ്, ഫോർത്ത് വിത്ത് മീൻസ് ഇമ്മീഡിയറ്റ്ലി, വളരെ പെട്ടെന്ന് തന്നെ ആ ഹൊറേഴ്സ് സ്റ്റോപ്പ് ചെയ്യണം. പോലീസ് ബ്രൂട്ടാലിറ്റി ഷുഡ് ബി സ്റ്റോപ്ഡ് immediately. Then only the civil rights can be, and civil rights will be satisfied. പൗരാവകാശങ്ങളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ പോലീസ് ബ്രൂട്ടാലിറ്റി അവസാനിപ്പിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് അവസാനിപ്പിക്കണം. ഇതാണ് ഫോർത്ത് വിത്ത്. ദ നീഗ്രോസ് അറ്റ് പ്രസന്റ് ആർ ഡിനൈഡ് ലോഡ്ജിങ് ഇൻ ഹോട്ടൽസ് ആൻഡ് മോട്ടൽസ്. ഈ നെഗ്രോ എന്ന് പറയുമ്പോൾ അറ്റ് പ്രസന്റ് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? അവർക്ക് താമസ സൗകര്യമൊന്നുമില്ല. ദേ ആർ ഡിനൈഡ് ലോഡ്ജിങ്സ് in hotels and motels. You know what is motel? Motels എന്ന് പറഞ്ഞാൽ എന്താണ്? Motels means roadside hotels primarily for motorists. വണ്ടിക്കാർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ മോട്ടോറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഹോട്ടലുകളാണ്, റോഡ് സൈഡ് ഹോട്ടലുകളാണ് മോട്ടൽസ്. Hotels are different from motels. What do you mean by motels? Roadside hotels primarily for motorists. Okay. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തും they are denied lodgings. Who are denied? The Negroes. They are at present denied lodgings in motels and hotels. ഇവിടെയൊന്നും അവർക്ക് താമസം സൗകര്യമില്ല. Their basic mobility, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൊബിലിറ്റി, ചലനം, is curtailed, cut down. Curtailed means cut down. കണ്ടോ? അത് കർട്ടൈൽ ചെയ്തിരിക്കുന്നു, കട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു, അത് കട്ട് ചെയ്തിരിക്കുന്നു അവരുടെ മൊബിലിറ്റി. ആരുടെയാ? ദ ബേസിക് മൊബിലിറ്റി ഈസ് curtailed. There means the Negroes. The mobility of the Negroes, they are curtailed. Negro children should not be stripped of their selfhood, and the Negroes should be given the right to vote. And the Negro children, Negro കുട്ടികൾ should not be stripped of. അവരെ ഉരിഞ്ഞു മാറ്റരുത്, അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് അവരെ ഉരിഞ്ഞു മാറ്റരുത്. നെഗ്രോ കുട്ടികൾ അവരുടെ വ്യക്തിത്വം ഉരിഞ്ഞു മാറ്റരുത്. ഉരിഞ്ഞു മാറ്റുക അല്ലെങ്കിൽ എംറ്റി എന്നൊക്കെ പറയും. സ്ട്രിപ്ഡ് ഓഫ് ദെയർ സെൽഫ്ഹുഡ്
അവരുടെ എന്താ പറയുക വ്യക്തിത്വത്തെ ഉരിഞ്ഞു മാറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീഗ്രോ ഷുഡ് ബി ഗിവൺ ദ റൈറ്റ് ടു വോട്ട്. വോട്ട് ചെയ്യാനുള്ള അവകാശം അവർക്കും കൊടുക്കണം. ദേ ആർ ഓൾസോ സിറ്റിസൺസ്, സോ ദേ ഷുഡ് ബി അലൗഡ് ദ റൈറ്റ് ടു വോട്ട്. വോട്ട് ചെയ്യാനുള്ള അവകാശം അവർക്കും കൊടുക്കണം. ഇറ്റ്സ് എ റൈറ്റ്. Okay, some of the Negroes have come after release from imprisonment in narrow jail cells. ചില നെഗ്രോകളൊക്കെ they have come from release, മോചനം നേടിയിട്ട്, അതായത് നാരോ ഇടുങ്ങിയ ജയിൽ സെല്ലിലൊക്കെ ജയിലിലടച്ചിട്ട് അവിടുന്ന് സ്വതന്ത്രമായ നെഗ്രോസാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുക മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ. Some of the Negroes have come after release. They were released from imprisonment in narrow jail cells. ഇടുങ്ങിയ ജയിലറകളിൽ കഴിഞ്ഞ് അവർ പുറത്തു വന്നിരിക്കുകയാണ്. They have been the veterans of creative suffering. അവർ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആണ്, കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ച വെറ്ററൻസ് ആണ് അവർ. They are the veterans of, ഇതാണ് വെറ്ററൻസ്. അതായത് എക്സ്പീരിയൻസ്ഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് വെറ്ററൻസ്. സ്കിൽഡ് ആണ്, എക്സ്പെർട്ടുകളാണ്. അതായത് ഒരുപാട് സഫറിങ്സ് ഒക്കെ അനുഭവിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. പീപ്പിൾ ഹു ആർ ഇംപ്രിസൺഡ്, നീഗ്രോസ് ഹു ആർ ഇംപ്രിസൺഡ് ഇൻ ദ നാരോ ജയിൽ സെൽസ്, they have been expert, they have been experienced in the creative suffering. The condition of the Negroes in the suffering, അല്ലേ, ഈ കഷ്ടപ്പെടുന്ന നീഗ്രോസിന്റെ കണ്ടീഷൻ, the condition of the Negroes in the suffering, the condition of the Negroes in the slums of Mississippi, Alabama and South Carolina needs a drastic change. അങ്ങനെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആവശ്യമാണ്, വളരെ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ആവശ്യമാണ്. ആർക്കൊക്കെയാണ്? ദ കണ്ടീഷൻ ഓഫ് ദി നീഗ്രോസ് ഇൻ ദ സഫറിങ്, കഷ്ടപ്പെടുന്ന നീഗ്രോസിൻ്റെ അവസ്ഥ. മിസിസിപ്പി, അലാബാമ, സൗത്ത് കരോളീന ഇവിടെയൊക്കെ കഴിയുന്നതായ ചേരികളിൽ കഴിയുന്ന നീഗ്രോകളുടെ അവസ്ഥ. ഇതാണ് സ്ലം, ചേരി പ്രദേശം. നീഡ്സ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് and they should not wallow the valley of despair. നിരാശയുടെ താഴ്വരയിൽ കിടന്ന് ഉരുളാനായിട്ട്, വാളോ, റൗണ്ട് അബൌട്ട്, വാളോ, ഉരുളുക എന്ന് പറയും, ഉരുളുക, ഉരുളുക. ഓക്കെ, വാളോ, ഉരുളുക. ചെളി കിടന്ന് ഉരുളുന്നതാണ് വാളോ എന്നൊക്കെ പറയുന്നത്, ചെളിയിൽ കിടന്ന് ഉരുളുക. ഇവിടെ ചെളിയല്ല, നിരാശയുടെ താഴ്വരയിലാണ് ഒരു ഉരുളുന്നത്. ആരാ? നീഗ്രോസ്. അപ്പോൾ അഗൈൻ, ദേ ഷുഡ് നോട്ട് വാളോ ഇൻ ദ വാലി ഓഫ് ഡെസ്പെയർ. നിരാശയുടെ കുഴിയിൽ, നിരാശയുടെ താഴ്വരയിൽ ഉരുളാൻ പാടില്ല അവർ. ഇൻ ദ ഫേസ് ഓഫ് സച്ച് എനോർമസ് ആൻഡ് അൺബെയറബിൾ ഡിഫിക്കൽട്ടീസ്, in the face of such enormous means വലിയ, large, unbearable, അസഹനീയമായ ഡിഫിക്കൽട്ടീസ്, മാർട്ടിൻ ലൂതർ കിങ് ഹാസ് എ ഡ്രീം. അവിടെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന് സ്വപ്നമുള്ളത്. ഈ തരത്തിലുള്ള ഒരു കണ്ടീഷനിലാണ് നീഗ്രോസ്. ദേ ആർ ഇൻ സച്ച് ആൻ എനോർമസ് ആൻഡ് അൺബെയറബിൾ ഡിഫിക്കൽട്ടി. ദ അൺബെയറബിൾ, അസഹനീയമായ, എനോർമസ്, ലാർജ്. Martin Luther King has a dream that, what was the dream of Martin Luther King? One day, the American nation will rise up. American രാജ്യം ഉയർന്നു വരണം, ഉയർത്തെഴുന്നേക്കണം. And live out the true meaning of its creed. Creed means മതവിശ്വാസം. മതവിശ്വാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിയണം, അവർക്ക് ജീവിക്കാൻ കഴിയണം. The meaning of life, the meaning of its creed. You know what is creed? വിവിധ മതവിശ്വാസങ്ങൾ കിട്ടവർ.
അവർ ഒരുമിച്ച് ഉയർത്തെഴുന്നേക്കാനും ഉണർന്നെഴുന്നേക്കാൻ കഴിയണം. One day the children of slaves and the slave owners will sit down together at the table of brotherhood. സാഹോദര്യമാകുന്ന ടേബിളിൽ അടിമകളുടെ കുട്ടികളും അടിമകളുടെ ഉടമകളുടെ കുട്ടികളും ഒരുമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആരാണ് സ്ലേവ് ഓണേഴ്സ്? അടിമകളെ സ്വന്തമാക്കിയിരിക്കുന്നവർ. അതുപോലെ തന്നെ ദ സ്ലേവ്സ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ദ സ്ലേവ്സ്, അടിമകളുടെ കുട്ടികളും അടിമകളെ സ്വന്തമാക്കിയിരിക്കുന്നവരുടെ കുട്ടികളും will sit down together at the table of brotherhood. The state of Mississippi state will be transformed. Change ചെയ്യണം. Transformed means changed into an oasis of freedom and justice. നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മരുപ്പച്ചയിൽ, ഒയാസിസ്, മരുപ്പച്ച. അവിടെ മിസിസിപ്പി അങ്ങനെ ഒരു മരുപ്പച്ചയായി മാറണം. മിസിസിപ്പി എന്തിൻ്റെ മരുപ്പച്ച? ഒയാസിസ് ഓഫ് ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്. ഹി ഓൾസോ ഡ്രീംസ് ദാറ്റ്. പിന്നെന്താണ് സ്വപ്നം കാണുന്നത്? അവസാനത്തെ പാരഗ്രാഫ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ഓൾസോ ഡ്രീംസ് ദാറ്റ് ഹിസ് 4 children, അദ്ദേഹത്തിൻ്റെ 4 കുട്ടികൾ, അദ്ദേഹത്തിൻ്റെ 4 കുട്ടികൾ വിൽ ബി ജഡ്ജ്ഡ്, അവരെ വിധിക്കുന്നത് നോട്ട് ബൈ ദ കളർ ഓഫ് ദെയർ സ്കിൻ, അവരുടെ തൊലിയുടെ നിറം നോക്കി അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ദേ ഷുഡ് നോട്ട് ബി ജഡ്ജ്ഡ് ബൈ ദ കളർ ഓഫ് ദെയർ സ്കിൻ ബട്ട് ബൈ ദ കണ്ടന്റ് ഓഫ് ദെയർ ക്യാരക്ടർ. അവരുടെ സ്വഭാവത്തിൻ്റെ കണ്ടന്റ്, സ്വഭാവത്തിൻ്റെ ഉള്ളടക്കം, അത് നോക്കി അവരെ വിധിക്കുന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹം കാണുക. സോ വാട്ട് വാസ് ഹിസ് ഡ്രീം? ഹിസ് 4 children will be judged not by the color of their skin. മാർട്ടിൻ ലൂതർ കിങ് പറയാണ്, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അവരെ ജഡ്ജ് ചെയ്യേണ്ടത് തൊലിയുടെ നിറം നോക്കിയല്ല, സ്വഭാവത്തിൻ്റെ ആ കണ്ടന്റ് നോക്കി വേണം. ഹിസ് ഡ്രീം ഇസ് ദാറ്റ്. എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം? മറ്റൊന്ന്, ഇൻ ദ നിയർ ഫ്യൂച്ചർ, തൊട്ടടുത്ത ഭാവിയിൽ തന്നെ, ഇൻ അലാബാമയിൽ ലിറ്റിൽ ബ്ലാക്ക് ബോയ്സ് ആൻഡ് ബ്ലാക്ക് ഗേൾസ് വിൽ ജോയിൻ ഹാൻഡ്സ്. 2 പേരും, കറുത്ത കുട്ടികളും കറുത്ത ആൺകുട്ടികളും കറുത്ത പെൺകുട്ടികളും ഒരുമിച്ച് കൈകോർക്കണം. ആരുമായിട്ട്? ഹാൻഡ്സ് വിത്ത് ലിറ്റിൽ വൈറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ആസ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. സഹോദരന്മാരെ പോലെ നീഗ്രോകളുടെ കുട്ടികളും വെള്ളക്കാരുടെ കുട്ടികളും ഒരുമിച്ച് കൈകോർത്ത് നടക്കണം. They together join hands with each other. ആരൊക്കെയാണ്? Little black boys and black girls will join hands with the little white boys and white girls as sisters and brothers. അപ്പോഴാണ് one day everything will reveal the glory of God. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റും. The glory of God. If they join hands with each other as brothers and sisters, we can see the glory of God. The jangling discords will be transformed into the beautiful symphony of brotherhood. Jangling. Jangling. എന്താണ്? റേഷ്യൽ പ്രോബ്ലംസ്. അവിടെ ജാംഗ്ലിംഗ് എന്ന് പറയുന്നത് റിങ്ങിങ് സൗണ്ടാണ്. ജാംഗ്ലിംഗ്. ഡിസ്കോർഡ് എന്ന് പറയുന്നത് ഡിസ്കോർഡ്, ലാക്ക് ഓഫ് ഹാർമണി, ഐക്യത്തിൻ്റെ കുറവ്. അതാണ് ഡിസ്കോർഡ് എന്ന് പറയുന്നത്. ജാംഗ്ലിംഗ് ഐക്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാക്കുന്ന ആ സൗണ്ട്, ദ ജാംഗ്ലിംഗ് ഡിസ്കോർഡ്. ജാംഗ്ലി എന്ന് വാക്കിന് വേറൊരു മീനിങ് ഉണ്ട്. ഈ കോയിൻസൊക്കെ ജാംഗ്ലി എന്ന് പറയില്ലേ, കുലുക്കം. അപ്പോൾ ഈ റേഷ്യൽ പ്രോബ്ലംസിൻ്റെ
ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫോംഡ്. അതെന്തായി മാറണം? ചേഞ്ച് ചെയ്യണം. ബ്യൂട്ടിഫുൾ സിംഫണി ഓഫ് ബ്രദർഹുഡ്, സാഹോദര്യത്തിൻ്റെ സ്വരലയത്തിലേക്ക്, മനോഹരമായ ആ സ്വരലയത്തിലേക്ക് മാറണം. ജാംഗ്ലിംഗ് ഡിസ്കോർഡ്സ്, റേഷ്യൽ പ്രോബ്ലംസ് should be solved and they should be transformed into the symphony of brotherhood. Symphony, സ്വരലയം. Okay. That will be the day. അത് ഏതൊരു ദിവസമായിരിക്കും? when every child will proudly utter. ഇപ്പോൾ എല്ലാ കുട്ടികളും വളരെ അഭിമാനത്തോടെ സംസാരിക്കും. utter, speak, my country, the sweet land of liberty. എൻ്റെ രാജ്യം ഏറ്റവും മധുരമായ സ്വാതന്ത്ര്യത്തിൻ്റെ ലാൻഡാണ്. ലിബർട്ടി മീൻസ് സ്വാതന്ത്ര്യം. മൈ കൺട്രി ദ സ്വീറ്റ് ലാൻഡ് ഓഫ് ലിബർട്ടി. അത് പറയാനായിട്ട് എല്ലാ കുട്ടികൾക്കും കഴിയണം. എവറി ചൈൽഡ് വിൽ പ്രൗഡ്ലി സേ, അഭിമാനത്തോടെ പറയും, മൈ കൺട്രി ദ സ്വീറ്റ് ലാൻഡ് ഓഫ് ലിബർട്ടി. ഓൾ വിൽ ബി എക്സാൾട്ടഡ്, ഓൾ വിൽ ബി എലൈറ്റഡ്. എല്ലാവർക്കും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. എല്ലാവരെയും ലെവൽ വിട്ടവർക്ക് ഉയരാൻ സാധിക്കും. All will be exalted. All will be elated. Licentious will be ironed out. Licentious will be ironed out. Licentious means ഭിന്നത അല്ലെങ്കിൽ disagreement will be ironed out, solved. എന്താണ് സോൾവ് ചെയ്യുന്നത്? സോൾവ് ചെയ്യപ്പെടുന്ന എന്താണ്? Licentious, disagreement will be ironed out, will be solved, and the glory of the Lord will be revealed. അപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവമഹത്വം വെളിപ്പെടുത്തണമെങ്കിൽ every dissension should be solved. എല്ലാ വിയോജിപ്പും പരിഹരിക്കപ്പെടണം. Then only the glory of the Lord will be revealed. Okay. Again we come to the next paragraph. See, they can cut out the mountain of despair, a store of hope. They can cut out means remove. They can cut out the mountains of despair. നിരാശയുടെ ആ മൗണ്ടൻ അവർക്ക് നീക്കം ചെയ്യാൻ പറ്റും. എ സ്റ്റോർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു സ്റ്റോർ അവിടെ ഉണ്ടാകും. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തപ്പെടുമ്പോൾ നിരാശയുടെ പർവ്വതം നീക്കം ചെയ്യപ്പെടും, പ്രതീക്ഷ അവിടെ ഉണ്ടാകും കേട്ടോ. എ സ്റ്റോർ ഓഫ് ഹോപ്പ്. Their faith will make them to pray. അവരുടെ വിശ്വാസം അവരെ പ്രേരിപ്പിക്കും പ്രാർത്ഥിക്കാനായിട്ട്. They will pray. Their faith will make them. അവരുടെ വിശ്വാസം will make them, will force them, will compel them to pray, to struggle, പോരാടാനായിട്ട്, to go to jail, ജയിലിൽ പോകാനായിട്ട്, to stand up for freedom together, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഗ്ലോറി ഓഫ് ലോർഡ്, ഈ ബ്രദർഹുഡ്, അതാണ് അവരെ അതിലേക്ക് നയിക്കുക. എന്തൊക്കെയാണ് ചെയ്യുക അവർ? The faith will make them to pray, to struggle, to go to jail, to stand up for freedom together. Okay. That will be the day. എന്താണ്? എങ്ങനെയുള്ള ദിവസമായിരിക്കും അത്? When the song of freedom, സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഗാനം, will ring everywhere, എല്ലായിടത്തും മുഴങ്ങും. And all of God's children, ദൈവത്തിൻ്റെ എല്ലാ മക്കളും ആരൊക്കെയാണ്? ബ്ലാക്ക് മെൻ, വൈറ്റ് മെൻ, ജ്യൂസ്, ജെൻഡായൽസ്, വിജാതിയർ, ജെൻഡായൽസ്, കാത്തലിക്സ്, പ്രൊട്ടസ്റ്റൻസ്, ഇവരൊക്കെ they will sing the old Negro spiritual, അതായത് Negro spiritual means religious song, മതപരമായൊരു പാട്ട് അവരെല്ലാവരും ഒരുമിച്ച് പാടും. ആരൊക്കെയാണ്? ബ്ലാക്ക് മെൻ, വൈറ്റ് മെൻ, ജ്യൂസ് ആൻഡ് ജെൻഡായൽസ്. ആരാണ് ജെൻഡായൽസ്? വിജാതിയർ. കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റൻസ് will sing an old Negro spiritual. ഇതാണ് free at last. Thank God Almighty, we are free at last. ഞങ്ങൾ
അവസാനം സ്വതന്ത്രരായി. സർവശക്തനായ ദൈവത്തിന് നന്ദി. താങ്ക് ഗോഡ് ഓൾമൈറ്റി. We are free at last. So that is the end of the essay. Then we have the paragraph questions that is marked out in the bracket. You can study the essay or prepare the paragraph questions. Okay, so thank you very much.